ഗൈസ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും എന്താ റീലിടാത്ത ഒന്ന് ഇടാനും ഉണ്ടാവും ഗൈസ്. കാലിന് പനി കിട്ടിയ ഒരു ദിവസം ഭയങ്കര സെറ്റ് പോലെ സ്കൂളിൽ പോയപ്പോൾ ഒരു സ്കൂളിലാണെങ്കിൽ റിതി ഡൽമീണ്ടവരൊക്കെ കഴിഞ്ഞ് കളിക്കുമായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കിരുന്നു. ഉമ്മച്ചിക്ക് ഇത് ഗാർഡൻ്റെയൊക്കെ ആയ കാരണം കുറച്ച് നേരത്തെ ഉമ്മച്ചി എവിടെയെങ്കിലൊക്കെ പോകും, ഇങ്ങനെ ചെടി എടുക്കാനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ടി വി നോക്കി. എൻ്റെ കാലിന് ഭയങ്കര വേദന. ഇന്ന് പ്ലാസ്റ്റർ ഇടണം, അതിൻ്റെ ഒരു കോസ്റ്റ്യൂമാണ് ഗൈസ്. ഇന്നലെ ടീച്ചർ സ്കൂളിൽ നിന്ന് വിളിച്ച് എന്താ വയ്യാനും പറഞ്ഞപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ടേക്ക് പോയി. അപ്പം ഡോക്ടർ ഒരു മരുന്നാണ് ഞങ്ങൾ അടുത്താൽ നല്ലൊരു മരുന്നാണ് കേട്ടോ. നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, സ്ലോ ആവുന്നുണ്ട് നടക്കാൻ. ഈ ഒരു മരുന്നും തന്ന് വാപ്പിച്ചിയും തേച്ച് ഞാനും തേച്ച് തീർന്ന്. ആരോ വന്നില്ല നോക്കട്ടെ. വാപ്പിച്ചിയാണ് പോറ് കട്ടപോറ്. ഞാനപ്പോൾ ആലോചിച്ച് ഈ പ്ലാസ്റ്റർ ആകുമ്പോൾ എനിക്ക് നടക്കണം എന്ന് നല്ലോണം. അപ്പം ഞാൻ നടന്ന് നോക്കിയിട്ടെങ്കിൽ പറ്റുള്ള സത്യമായിട്ടും. അപ്പോൾ അതേ കാലിൻ്റെ മരുന്നൊക്കെ തേച്ചിരിക്കുകയാണ്. ഇനിയപ്പോൾ നാളെ എന്തായാലും ഇനി അത്യാവശ്യമായിട്ട് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോസ് ഉണ്ടാവുള്ളൂ. നാളെ സ്കൂളിൽ പോകണ്ട. ഞാൻ വേറെ ഡേയ്സ് കളിത്തരായിട്ട് ഇപ്പോൾ കാല് പ്ലാസ്റ്റർ ഇടുമ്പോൾ എനിക്ക് എങ്ങനെ ഇന്നലെ ഇട്ടുന്നു. ഇന്നലെ ഇട്ടപ്പേ ഭയങ്കര ലൂസ് അങ്ങനത്തെ എന്തോ ഒരു ഭയങ്കര വേദന ഭയങ്കര വേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അപ്പം അത്യാവശ്യമായിട്ട് ഞാൻ മരുന്ന് തേക്കാറുണ്ട്. ഇന്ന് തേക്കണം. നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര വേദന ഭയങ്കര. അപ്പം ആരും എങ്ങനെ വീണേന്ന് പറയണൊരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരണം. ഇപ്പം തന്നെ പറയാം. ഞാൻ ട്യൂഷനിൽ പോകാൻ പോണേരുന്ന് ഉമ്മച്ചിക്ക് ഓടി വന്ന് ഉമ്മ കൊടുക്കാമെന്ന് നോക്കിയതാണ്. പക്ഷേ കസാര ഇവിടെ ഇങ്ങനെ നിൽക്കണേ പെട്ടെന്ന് തെന്നിയടിച്ച് വീണ് കഴുത്ത് ഉമ്മച്ചീൻ്റെ മുട്ടുകാലും ഉമ്മച്ചിന്ന് ഇടിച്ച്. ആ പെട്ടെന്ന് ഇടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഇപ്പോൾ ഗൈസ് ഉമ്മച്ചി പറഞ്ഞ് ഇന്ന് ട്യൂഷനിൽ പോവണ്ടാതെ പെട്ടെന്ന് പോയി ഗൈസ്. ട്യൂഷനിൽ പോകണ്ട വവച്ചി പ്ലീസ് മോളെ ഉമ്മച്ചിക്കും പേടിച്ച് പെട്ടെന്നായിപ്പോയി. എന്നിട്ട് വന്നു ട്യൂഷനിലെത്തിയപ്പോൾ കാലൊഴിഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ഓർത്ത്. അപ്പോൾ ഉമ്മച്ചി പേടിച്ചു. നേരെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഓർത്ത് ഞാൻ പറഞ്ഞു വേണമെന്ന് നമുക്ക് നാളെ നോക്കാം. ഒരു കുഞ്ഞു വേർക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഉള്ളിൽ കിടന്ന് നെഞ്ച് അടിക്കലായിരുന്നു ഗൈസ്. ഞാൻ വാപ്പച്ചി വിളിക്കുന്നുണ്ട്, പോകണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ. പ്രാർത്ഥിക്കാട്ടെ എല്ലാവരും. ബൈ. ദേവന്യ ബൈ.